ഇവർ പണം നീക്കി വെക്കാനില്ലാത്തത് കൊണ്ട് പല കേന്ദ്ര പദ്ധതികളും ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഭാഗ്യവശാൽ സൗജന്യ അരി, അന്ത്യോദയ അന്നയോജന, നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന സൗജന്യ അരി, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലൂടെ മുടക്കില്ല. ഇവിടെ ഗ്യാസ് സിലിണ്ടർ പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. എല്ലാ പദ്ധതിയും ഈ അതിദാരിദ്ര്യമുക്തം എന്ന് സംസ്ഥാന ഗവൺമെൻറ് അവകാശപ്പെടുന്ന ഈ 60,000 ആൾക്കാരുടെ പേര് വരുകൾ പരിശോധിച്ചാൽ ഇവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്താണ് ചെയ്തത് എന്നും കൂടി അവർ വ്യക്തമാക്കണം. സംസ്ഥാനം സ്വന്തം ഖജനാവിൽ നിന്ന് ദാരിദ്ര്യമുക്തരാക്കാൻ, ആളുകളെ ദാരിദ്ര്യമുക്തരാക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം. ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഈ 60,000 പേരിൽ ഒരു 50,000 ആൾക്കാരും CPMൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന് പറയുന്ന ആൾക്കാർ. ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ എന്തായാലും എല്ലാ വാർഡുകളിലും ഗൃഹസമ്പർക്കവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പൂർണ്ണമായിട്ട് ഞങ്ങളത് പരിശോധിച്ച് ആരെയൊക്കെയാണ് ഈ സർക്കാർ ഇപ്പോൾ അതിദാരിദ്ര്യ വിമുക്തമാക്കിയിരിക്കുന്നത്, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്. ഇന്നും 100 കണക്കിന് ഓരോ പഞ്ചായത്തിലും 100 കണക്കിന് ആളുകൾ തെരുവിൽ കഴിയുകയാണ്. അവിടെ ടാർപോളിൻ കെട്ടിയിട്ട് ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്ഥിതിയുണ്ട്. പല വീടുകളിലും ഈ തരത്തിലുള്ള ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.